വിരോധാഭാസങ്ങളുടെ വിളയാട്ടമാണ് കേരളത്തിൽ. എം.എസ്. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്കുകൊളുത്തി പൂജ നടത്തിയ കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ ഗാന്ധിജിയെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും കെ.ആർ. മീരയ്ക്ക് ക്ലാസ് എടുക്കുന്നു. ഐറണിക്ക് തൂങ്ങിച്ചാവാൻ ഇതിനേക്കാൾ വലിയ കാരണം കിട്ടാനില്ല. ആരായിരുന്നു ഗോൾവാൾക്കർ? മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വധിക്കുമ്പോൾ RSSന്റെ സർസംഘചാലക്, ഗാന്ധി വധത്തിന്റെ 4ാം നാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട RSS നേതാവ്. 6 മാസത്തോളമാണ് ഗോൾവാൾക്കർ ജയിലിൽ കിടന്നത്. അറസ്റ്റിനു കാരണം 1947 ഡിസംബർ 8 ദില്ലിയിലെ റോഹ്ടക് റോഡിൽ 2000-ഓളം RSS പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ചില വാചകങ്ങൾ. അതിങ്ങനെയായിരുന്നു: മഹാത്മാഗാന്ധി മുസ്ലിങ്ങളെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ ആഗ്രഹിച്ചു. അങ്ങനെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടുകൾ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാം. പക്ഷെ അപ്പോഴേക്കും ഒരു മുസ്ലിമും ഇന്ത്യയിൽ അവശേഷിക്കില്ല. അവരെ ഇവിടെ തന്നെ തുടരാൻ നിർബന്ധിച്ചാൽ ഉത്തരവാദിത്വം സർക്കാരിനായിരിക്കും. ഹിന്ദു സമൂഹം ഉത്തരവാദികളായിരിക്കുകയില്ല. മഹാത്മാഗാന്ധിക്ക് ഇനി ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അത്തരക്കാരെ ഉടനടി നിശബ്ദരാക്കാൻ നമുക്ക് മാർഗങ്ങളുണ്ട്. പക്ഷേ ഹിന്ദുക്കളോട് ശത്രുത പുലർത്താതിരിക്കുക എന്നതാണ് നമ്മുടെ പാരമ്പര്യം. നിർബന്ധിതരായാൽ നമ്മൾ ആ ഗതിയും അവലംബിക്കേണ്ടി വരും. ഗാന്ധിജിക്കെതിരെ പരസ്യമായി നടത്തിയ ഈ ഭീഷണി പ്രസംഗമാണ് ഗോൾവാൾക്കറെ 6 മാസം ജയിലിലാക്കിയത്. വേണ്ടി വന്നാൽ ഗാന്ധിജിയെ നിശബ്ദനാക്കാനുള്ള മാർഗം നോക്കുമെന്ന് പ്രസംഗിച്ച, ഒരു മുസ്ലിമിനെയും ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് ആക്രോശിച്ച ഇതേ ഗോൾവാൾക്കറുടെ ചിത്രത്തിലാണ് വി.ഡി. സതീശൻ വിളക്കുകൊളുത്തി പൂജ നടത്തിയത്. എന്തും പഠിച്ചു മാത്രം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സതീശൻ എന്തിനീ കൃത്യം ചെയ്തുവെന്ന് ഇന്നോളം പൊതുസമൂഹത്തോട് വിശദീകരിച്ചിട്ടില്ല. ഈ പ്രവൃത്തിയിലൂടെ മതനിരപേക്ഷ സമൂഹത്തിന് എന്തു സന്ദേശം നൽകാനാണ് വി.ഡി. സതീശൻ ആഗ്രഹിച്ചത്? ധാർഷ്ട്യവും അഹങ്കാരവും മാത്രമാണ് വി.ഡി. സതീശന്റെ കയ്യിലിരിപ്പെന്ന് പൊതുവെ ഒരു ആരോപണമുണ്ട്. പക്ഷെ അദ്ദേഹം മാരകമായ തമാശയും പറയും. അദ്ദേഹത്തിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാചകം ഇങ്ങനെയാണ്: കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണങ്ങളിലൊന്ന് അതിശക്തമായ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ്. എന്താ തമാശ! ഇതൊക്കെ വായിക്കുന്നവർ ചിരിച്ചു മരിച്ചു വീഴാത്തത് മഹാഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ? ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തി വേണമല്ലോ അതിശക്തമായ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കാൻ. ഇല്ലെങ്കിൽ ഫലം കിട്ടില്ല. ഓരോരോ അവതാരങ്ങൾ എന്നല്ലാതെ എന്താണ് നാം വിശേഷിപ്പിക്കുക? അയോധ്യയ്ക്ക് പിന്നാലെ കാശി, മധുര പള്ളികൾ കൂടി തകർക്കാൻ നടക്കുകയാണ് സംഘപരിവാർ. അതേക്കുറിച്ച് ഇതേ വി.ഡി. സതീശൻ 2024 ഫെബ്രുവരി 16 നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതിശക്തമായ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വാചകം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ: ആ പള്ളികൾ പൊളിച്ച് നടത്താനുള്ള ശ്രമം ബാബറി മസ്ജിദോടുകൂടി അവസാനിക്കുമെന്നാണ് എല്ലാം കരുതിയത്. ബാബറി പള്ളിക്ക് ശേഷം മറ്റു പള്ളികൾ തകർക്കുമെന്ന് കരുതിയില്ല പോലും. കാശിയും മധുരയും അടക്കം പള്ളികളുടെ പൊളിക്കൽ പട്ടിക പ്രഖ്യാപിച്ചത് ദാവൂദ് ദയാൽ ഖന്ന എന്ന ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവായിരുന്നു. അക്കാര്യം വി.ഡി. സതീശന് അറിയുമോ ആവോ? പക്ഷെ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞാൽ സംഘപരിവാർ അതോടെ പണി നിർത്തി പോകുമെന്ന് സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിച്ചത്രേ. ആ പ്രതീക്ഷയിലാണോ ബാബറി മസ്ജിദ് തകർക്കാൻ ഭരണ സംവിധാനവും രാഷ്ട്രീയ സ്വാധീനവും ആവുന്നത്ര സംഘപരിവാറിന് വേണ്ടി കോൺഗ്രസ് ചെലവഴിച്ചത്? യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് തകർക്കൽ സംഘപരിവാറിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെയും അജണ്ടയായിരുന്നു. അക്കാര്യം സതീശന്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയതാണ്. എത്ര നീലച്ചായത്തിൽ കുളിച്ചാലും കാവിക്കുറുക്കൻ കൂകുമ്പോൾ യഥാർത്ഥ ശബ്ദം പുറത്തു വന്നേ മതിയാകൂ. സതീശന് സംഭവിച്ചതും അതുതന്നെയാണ്. തകർത്ത മസ്ജിദിന്റെ സ്ഥാനത്ത് ക്ഷേത്രം പണിയാൻ ഭൂമി പൂജ നടത്തിയത് 2020 ആഗസ്റ്റ് 5. എന്തായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കളുടെ അഭ്യാസ ലീലകൾ? രാമൻ എല്ലാ ഇന്ത്യക്കാരുടേതുമാണ് എന്ന പ്രസ്താവനയുമായി AICCയുടെ ജനറൽ സെക്രട്ടറി സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി വധേര ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ടു. ഗാന്ധിജിയുടെ രഘുപതി രാഘവ രാജാറാമും വാരിസ് അലി ഷായുടെ ജോ റബ് ഹോ വഹി റാം ഹേ എന്ന വരിയും പ്രസ്താവനയിൽ ഉദ്ധരിച്ച് കോൺഗ്രസിന്റെ അതിശക്തമായ മതേതര നിലപാട് അവർ ഉയർത്തിപ്പിടിച്ചു. പിന്നാലെ അതേ നിലപാട് ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി രംഗത്തിറങ്ങി. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ എല്ലാ ക്രെഡിറ്റും രാജീവ് ഗാന്ധിക്കാണെന്ന് തുറന്നു പറഞ്ഞു മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവ് കമൽനാഥ്. ഭൂമി പൂജയുടെ തലേ ദിവസം ഭോപ്പാലിലെ സ്വവസതിയിൽ ഹനുമാൻ ചാലിസ നടത്തിയ അദ്ദേഹം ക്ഷേത്ര നിർമ്മാണത്തിന് മധ്യപ്രദേശിലെ ജനങ്ങൾക്ക് വേണ്ടി 11 വെള്ളി ഇഷ്ടികയും വാഗ്ദാനം ചെയ്തു. ഭൂമി പൂജയ്ക്ക് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാത്തതിൽ സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞില്ലെന്നേയുള്ളൂ ദിഗ്വിജയ് സിംഗ്. വിങ്ങി പൊട്ടുമ്പോഴും മോദിയെയും അമിത്ഷായെയും സംഘപരിവാറിനെയും ഒരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു: RSS നിലവിൽ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഉത്ഭവിച്ച പ്രസ്ഥാനമാണ് രാമജന്മഭൂമി പ്രസ്ഥാനം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ.
എത്ര കൃത്യമായ വാക്കുകൾ! ബാബ രാഘവദാസ്, ഹനുമന്ത് പ്രസാദ് പൊദ്ദർ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ സംഭാവനകൾ ദിഗ്വിജയ് സിംഗ് ജിക്ക് മറക്കാനാവില്ലല്ലോ. 1949 ഡിസംബർ 22 അവരാണല്ലോ ബാബറി പള്ളിക്കുള്ളിൽ വിഗ്രഹം ഒളിച്ചു കടത്തി രംഗം വഷളാക്കലിന് തുടക്കമിട്ടത്. അവരെ മറക്കുന്നത് നന്ദികേടാണെന്ന് തുറന്നടിക്കാൻ ദിഗ്വിജയ് സിംഗ് ജിയെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഭൂമി പൂജയ്ക്ക് ശുഭമുഹൂർത്തമല്ല നിശ്ചയിക്കപ്പെട്ടത്. അതിലുള്ള ആശങ്കയും അദ്ദേഹം മറച്ചുവെച്ചില്ല. അശുഭ മുഹൂർത്തത്തിൽ ഭൂമി പൂജ നടത്തി എത്ര പേരെ ആശുപത്രിയിലാക്കാനാണ് മോഡി ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം കുണ്ഠിതപ്പെട്ടു. ക്ഷോഭവും സങ്കടവും കൊണ്ട് ഏതാണ്ട് ഒരു ശോഭാ സുരേന്ദ്രൻ നിലവാരത്തിലായിരുന്നു അന്ന് ദിഗ്വിജയ് സിംഗ് ജി. അദ്ദേഹത്തിന്റെ ഒരു സങ്കടം ഇങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യോഗിജി, യു പ്ലീസ് ടോക്ക് ടു ദ PM. ഹൗ ക്യാൻ യു അലൗ ദ വയലേഷൻ ഓഫ് സനാതൻ ധർമ്മ? സനാതന ധർമ്മം ധിക്കരിക്കുന്നതിന് അനുമതി നൽകാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു യോഗിജി? എത്രയും വേഗം പ്രധാനമന്ത്രിയോട് സംസാരിക്കൂ എന്നാണ് അദ്ദേഹം നെഞ്ചത്തടിച്ച് യോഗിജിയോട് കെഞ്ചിയത്. എങ്കിലും ക്ഷേത്ര നിർമ്മാണത്തിന് സ്വന്തം പോക്കറ്റിൽ നിന്ന് 1,11,111 രൂപ സംഭാവന ചെയ്ത് അദ്ദേഹം ഉദാരമനസ്കനുമായി. തുടർന്ന് ഇന്ത്യൻ മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ അതിശക്തമായ സംഭാവന പ്രവഹിക്കുകയായിരുന്നു. റായ്ബറേലിയിലെ കോൺഗ്രസ് MLA അദിതി സിംഗ് രൂപ 51 ലക്ഷമാണ് ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് സംഭാവന നൽകിയത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് പിങ്ക് നിറത്തിലുള്ള പ്രത്യേകം കല്ലുകൾ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ വക സംഭാവന. അതിന് ബാൻബരേദ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് 1 ലക്ഷം കല്ലുകൾ ഖനനം ചെയ്യാനുള്ള പരിസ്ഥിതി അനുമതി അതിവേഗം രാജസ്ഥാൻ സർക്കാർ നൽകി. നിലവിലുള്ള രാമവിഗ്രഹം രാമനെ അക്രമിയായിട്ടാണ് ചിത്രീകരിക്കുന്നതെന്നും അത് പാടില്ലെന്നും പകരം രാമനും സീതയും ഹനുമാനുമുള്ള പ്രതിഷ്ഠയാണ് നടത്തേണ്ടതെന്നും ആവശ്യപ്പെട്ടത് കർണാടകത്തിലെ കോൺഗ്രസ് നേതാവ് വീരപ്പ മൊയ്ലി. ബാബറി മസ്ജിദ് മറ്റൊരു സ്ഥലത്തേക്ക് മുസ്ലിങ്ങൾ തന്നെ സ്വമേധയാ മാറ്റി സ്ഥാപിച്ച് രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം സുഗമമാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന അഭിപ്രായവുമായി ശശി തരൂരും ഇന്ത്യൻ മതേതരത്വത്തെ ആവും വിധത്തിൽ ശക്തിപ്പെടുത്തി. പക്ഷേ ഒരേ സമയത്ത് ചിലൊരു അഭിപ്രായമായിരുന്നു, അഥവാ മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാവും ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാവും. ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയ, രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തിന് തീരാക്കളങ്കമായി മാറിയ ബാബറി മസ്ജിദിന്റെ തകർച്ച കോൺഗ്രസിൽ ഒരു വിഭാഗം എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവായിരുന്നു ഈ അഭ്യാസ ലീലകൾ. ഇങ്ങനെയൊക്കെ അതിശക്തമായ മതേതര നിലപാട് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിപ്പിടിച്ചു എന്നാണ് VD സതീശൻ വാദിക്കുന്നത്. ഇത്തരം ഉയർത്തിപ്പിടിക്കലുകളെ പരേതനായ അരുൺ ജെയ്റ്റ്ലി പരിഹസിച്ചത് ഇങ്ങനെയായിരുന്നു: ഒറിജിനൽ ഹിന്ദുത്വം ഉള്ളപ്പോൾ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റിന് പുറകെ പോകുമോ? BJPയെ അനുകരിച്ച് നിലനിൽക്കാൻ കൊതിക്കുന്ന കോൺഗ്രസിന്റെ വേലത്തരങ്ങളെ ഇതിനേക്കാൾ ലളിതമായി ആരും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതാണ് സത്യം. സമകാലിക ഇന്ത്യയിലെ ഡ്യൂപ്ലിക്കേറ്റ് BJPയാണ് കോൺഗ്രസ്. വിഷയം രാഷ്ട്രീയമോ സാമ്പത്തികമോ സാംസ്കാരികമോ ആവട്ടെ, ഏതിലായാലും BJP കൊണ്ടു നടക്കുന്ന ഹിന്ദുത്വ വർഗീയതയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് കോൺഗ്രസ് നിലപാട്. അതുകൊണ്ട് മിഥുനം സിനിമയിൽ മോഹൻലാൽ ജഗതി ശ്രീകുമാറിനോട് പറഞ്ഞ ആ ഡയലോഗ്, അളിയൻ ഇനി ദയവായി ഈ വീട്ടിൽ അലുവ വാങ്ങരുത് എന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതിങ്ങനെയൊന്ന് മാറ്റി നമുക്ക് VD സതീശനെ ഓർമ്മപ്പെടുത്താം. ഗാന്ധിജിയെ നിശബ്ദനാക്കുമെന്ന് ആക്രോശിച്ച ഗോൾവൽക്കറെ വിളക്ക് വെച്ച് പൂജിക്കുന്ന VD സതീശൻ ദയവായി ഈ വീട്ടിൽ ഗാന്ധിജിയെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഒന്നും ക്ലാസ് എടുക്കരുത് പ്ലീസ്.